പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ചിലപ്പോഴെങ്കിലും മനസ്സ് നമ്മുടെ പിടിയിൽ നിന്ന് വഴുതി മാറുന്നതായി തോന്നുന്നുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കർമ്മരംഗത്ത് മനസ്സ് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. മനസ്സ് എൻ്റെ കർമ്മത്തിൽ കേന്ദ്രീകരിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും വലിയ വിജയങ്ങൾ നേടാമായിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? വാട്ട് യു തിങ്ക് ടുഡേ ദാറ്റ് യു ബിക്കം ടുമോറോ എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പിന്നീടായിത്തീരുന്നത്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അതൊരു ചിന്താ തരംഗമായി രൂപപ്പെടുന്നു. ആ ചിന്താ തരംഗം നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് മാറ്റപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ചിന്താ തരംഗങ്ങളാണ്, അഥവാ ചിന്തയുടെ പാറ്റേണാണ്, തോട്ട് പാറ്റേൺ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ശൈശവകാലം മുതൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എന്തെല്ലാമാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതിനെ ആശ്രയിച്ചാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട്, ഫലം കിട്ടുന്നു. അത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും നിങ്ങളെ നെഗറ്റീവായ ഡൈമെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു, വിപരീതമായ ഫലം ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കേന്ദ്രീകരിക്കുവാൻ, ഫോക്കസ് ചെയ്യുവാൻ സാധിക്കണം. അങ്ങനെ മനസ്സിനെ നമ്മുടെ കർമ്മരംഗത്തേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആദ്യമായി നമ്മുടെ ഉപബോധ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന മിഥ്യാധാരണകള്, നെഗറ്റീവായ ചിന്താ പാറ്റേൺ, ചിന്താ രീതികളെ നമ്മൾ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഒരു ടെക്നിക്കാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ മൈൻഡ് പ്രോഗ്രാമിംഗ്. അങ്ങനെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് വഴി, NLP വഴി നിങ്ങൾ ഉപബോധ മനസ്സിലെ പ്രോഗ്രാമിംഗ് നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ വൈറസുകൾ, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവ് ചിന്താധാരകളെ നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് മനസ്സിന്റെ പോസിറ്റീവായ ശക്തിയെ ആക്ടിവേറ്റ് ചെയ്യുവാൻ, ഉണർത്തി നിങ്ങളുടെ ലക്ഷ്യബോധത്തിലേക്ക് മൈൻഡിന്റെ പവർ, പ്രത്യേകിച്ച് ഉപബോധ മനസ്സിന്റെ പവർ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ മനസ്സിന്റെ ശക്തി കോസ്മിക് മൈൻഡുമായി കണക്ട് ചെയ്യുമ്പോൾ, പ്രപഞ്ച ചൈതന്യവുമായി, കോസ്മിക് എനർജിയുമായി നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പവർ കണക്ട് ചെയ്യുമ്പോൾ അപരിമേയമായ മൈൻഡ് പവർ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് സൈക്കിക് പവേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ യഥാർത്ഥമായ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഏകാഗ്രതയില്, മെമ്മറി പവറില്, നിങ്ങളുടെ വർക്ക് കപ്പാസിറ്റിയില് ട്രമെൻഡസ് ആയ വ്യത്യാസം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഹൈലി ഫ്ലക്ച്വേഷനായ മെന്റൽ ഫ്രീക്വൻസീസ് കുറച്ചു കൊണ്ടുവരുമ്പോൾ, മനസ്സഗാധമായ ശാന്തതയിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുവാന്, ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരേ സമയം നിങ്ങളുടെ ഉപബോധ മനസ്സിലെ നെഗറ്റീവായ ചിന്താസരണികളെ ഉന്മൂലനം ചെയ്യുകയും അതേസമയം മനസ്സ് ശാന്തമായി അഗാഢമായ ശാന്തതയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളിൽ ട്രമൻഡസ് ആയ അതിശക്തമായ പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മനസ്സിന്റെ ശക്തി എന്താണ്, മൈൻഡിന്റെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ നിങ്ങളുടെ മൈൻഡ് പവർ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ
നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. അപകർഷതാബോധത്തെ അതിജീവിച്ചുകൊണ്ട് ശക്തമായ ഇച്ഛാശക്തിയോടും ആത്മവിശ്വാസത്തോടെ കർമ്മരംഗത്ത് നിങ്ങൾക്ക് പ്രശോഭിക്കുവാൻ സാധിക്കും. കർമ്മ വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാമിംഗ് ചെയ്യുക. മനസ്സിലെ നെഗറ്റീവായി കടന്നുകൂടിയ ചിന്താധാരകളെ ഹീലിംഗ് വഴി, മൈൻഡ് പ്രോഗ്രാമിംഗ് വഴി നിങ്ങൾ പുറത്താക്കുക. അങ്ങനെ ശക്തമായൊരു മനസ്സിന്റെ ഉടമയായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന അഡിക്ഷൻസ്, ലഹരിയുടെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, അത് മൊബൈലിന്റെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, അത് മറ്റെന്തെങ്കിലും അഡിക്ഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. എനിക്ക് സാധിക്കില്ല എന്നുള്ള മിഥ്യാധാരണ മാറ്റിക്കൊണ്ട് എനിക്ക് സാധിക്കും, ഐ ക്യാൻ ആൻഡ് ഐ വിൽ, ഏത് രംഗത്തും എനിക്ക് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും. ഇതുവരെ നിങ്ങളെ പിന്നോട്ട് വലിച്ചിരുന്ന നെഗറ്റീവ് എനർജിയെ മാറ്റിക്കൊണ്ട് അതിശക്തമായ പോസിറ്റീവ് എനർജിയോടുകൂടി, പോസിറ്റീവ് ചിന്തയോടുകൂടി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു പടക്കുതിരയെ പോലെ നിങ്ങൾക്ക് കുതിക്കുവാൻ സാധിക്കും.